ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. ഞാൻ ഇന്ന് ഗാൾ സ്റ്റോൺസിനെ പറ്റി പറയാം, പിത്താശയത്തിലെ കല്ലിനെ. അപ്പോൾ അത് 2 എപ്പിസോഡായിട്ട് നമുക്ക് പറയാം. ആദ്യത്തെ എപ്പിസോഡിൽ പിത്താശയം എന്ന് പറഞ്ഞാൽ ഗാൾ ബ്ലാഡർ, അതിൻ്റെ ഒരു അനാട്ടമി, ടൈപ്പ് ഓഫ് ഗാൾ സ്റ്റോൺസ്, അതുപോലെ ഈ ഗാൾ സ്റ്റോൺസ് വരാനുള്ള കാരണങ്ങൾ, കാസസ് ഓഫ് ഗാൾ സ്റ്റോൺ. അപ്പോൾ ആദ്യം നമ്മൾ ആ ഗാൾ ബ്ലാഡറിൻ്റെ അനാട്ടമി ഒന്ന് പറയാം. അപ്പോൾ ആദ്യം ഈ കാണുന്നത് ലിവറാണ്. ലിവറിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഈ ഗാൾ ബ്ലാഡർ. അപ്പോൾ ഈ ബൈൽ സെക്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിത്തവെള്ളം, പിത്തരസം സെക്രീറ്റ് ചെയ്യുന്നത് ലിവറിൽ നിന്നാണ്. എന്നിട്ട് ഈ കുഴൽ വഴി അത് ഈ ഗാൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഇദ്ദേഹം ഈ ആള് ഒരു വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ എസ്പെഷ്യലി ഫാറ്റി ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ഈ ഗാൾ ബ്ലാഡർ ഒന്ന് ചുരുങ്ങുമ്പോൾ ഈ കുഴൽ വഴി അത് വന്നിട്ട് ഈ പാങ്ക്രിയസ്, ഇത് പാങ്ക്രിയാറ്റിക് ഗ്രന്ഥിയാണ്. ഈ ഗ്രന്ഥിയുടെ കുഴലും ഈ കുഴലും കൂടെ ചേർന്നിട്ട് രണ്ടും കൂടെ ഡുവോഡിനം. അപ്പോൾ ഈ കാണുന്നത് സ്റ്റൊമക്കാണ്. സ്റ്റൊമക്കിൻ്റെ അടുത്ത പാർട്ടിനെയാണ് ഈ ഡുവോഡിനോ എന്ന് പറയുന്നത്. ഡുവോഡിനോ എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ട്. സ്മോൾ ഇൻറ്റസ്റ്റൈനിന് 3 പാർട്ടുണ്ട്: ഡുവോഡിനം, ജെജിനം, ഇലിയം. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ടാണ് ഈ ഡുവോഡിനം, ഈ യു ഷേപ്പ്. അപ്പോൾ ഈ പിത്തരസം ഈ ഡുവോഡിനത്തിലോട്ട് ഓപ്പൺ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു നല്ല ഹെവി മീൽ കഴിച്ച് കഴിയുമ്പോൾ, അപ്പോൾ ഈ ഗാൾ ബ്ലാഡറിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈൽ സ്റ്റോർ ചെയ്യുക, അത് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആക്കുക. ഹെവി മീൽ കഴിച്ച് കഴിയുമ്പോൾ അത് ഡുവോഡിനത്തിലോട്ട് റിലീസ് ചെയ്യുക. ഇതാണ് ഗാൾ ബ്ലാഡറിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇതാണ് ഗാൾ ബ്ലാഡറിൻ്റെ അനാട്ടമി. ഇനി നമുക്ക് പറയാനുള്ളത് ഗാൾ സ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിത്തസഞ്ചിയിലെ കല്ലുകളുടെ ടൈപ്പുകൾ. അത് ഏറ്റവും ആദ്യത്തേത് കൊളസ്ട്രോൾ സ്റ്റോൺസ് ആണ്. ഇത് ഒന്നാമത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, ലൈറ്റ് കളർ, ലൈറ്റ് യെല്ലോ കളറായിരിക്കും. സാമാന്യം വലിയ ഷേപ്പായിരിക്കും. എന്ന് പറഞ്ഞാൽ 1.2 സെൻറ്റിമീറ്റർ, അതിന് കൂടുതലും ആകാം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും കൊളസ്ട്രോളാണ് ഇതിൻ്റെ ഘടകങ്ങൾ. അപ്പോൾ ഇത് ഉണ്ടാകുന്നത് ഈ ബൈലിൻ്റെ അകത്ത്. ബൈലെന്ന് പറഞ്ഞാൽ പിത്തവെള്ളത്തിൻ്റെ അകത്ത് ഈ കൊളസ്ട്രോളും ബൈൽ സാൾട്ടുമായിട്ടൊരു ഇംബാലൻസ് ഉണ്ടാകുമ്പോഴാണ് ഈ കല്ലുകൾ രൂപം പ്രാപിക്കുന്നത്. ഈ കൊളസ്ട്രോൾ സ്റ്റോൺസ് ഏകദേശം 6% വരും. ഇനി അടുത്തത് പിഗ്മെൻറ്റ് സ്റ്റോൺസ്. ഇത് ഏകദേശം 13% വരും. ഇത് കൊളസ്ട്രോൾ സ്റ്റോണിനേക്കാളും ചെറുതായിരിക്കും, കൊളസ്ട്രോൾ സ്റ്റോണിനേക്കാളും ഡാർക്ക് കളറായിരിക്കും. ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് കാൽഷ്യം ബിലിറൂബിനേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇനി അടുത്തത് മിക്സഡ് സ്റ്റോൺ. ഇത് ഏകദേശം 80% ഈ മിക്സഡ് സ്റ്റോണുകളാണ്. ഇത് ചിലപ്പോൾ ഗാൾ ബ്ലാഡറിൽ 100-ൽ കൂടുതലൊക്കെ മിക്സഡ് സ്റ്റോൺസ് ഉണ്ടാകാൻ സാധ്യത. ചില ഗാൾ സ്റ്റോൺസിൻ്റെ സെൻട്രലിൽ ഈ റേഡിയോ ലൂസൻറ്റ് ഗ്യാസുകൾ, ട്രൈ റേഡിയേറ്റ് അല്ലെങ്കിൽ ബൈ റേഡിയേറ്റ് ഗ്യാസുകൾ കാണാം. ഇത് എക്സ്റേയിൽ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. ഇൻസിഡൻസ് ഓഫ് ഗാൾ സ്റ്റോൺ. അപ്പോൾ ബെയ്ലിയൻ ലോ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ഇത് ബൈബിൾ ഓഫ് സർജറി എന്നാണ് ഞങ്ങൾ മെഡിക്കൽ സ്റ്റുഡൻസ് ആയിരിക്കുന്ന കാലത്ത് ഇതിനെപ്പറ്റി പറയുന്നത്. ആ ബുക്കിൽ പറയുന്നത് ക്ലാസിക്കൽ സഫറർ ഓഫ് ഗാൾ സ്റ്റോൺ ഈസ് ഫാറ്റി ഫെർട്ടൈൽ ഫ്ലാറ്റുലൻറ്റ് ഫീമെയിൽ ഓഫ് 50. ഇനി കാസസ് ഓഫ് ഗാൾ സ്റ്റോൺസിൻ്റെ റിസ്ക് ഫാക്ടേഴ്സിൽ ഏറ്റവും പ്രധാനം ഡയറ്റ്, ഹൈ ഫാറ്റ് ഡയറ്റ്, ഹൈ കൊളസ്ട്രോൾ കണ്ടൻറ്റ് ഡയറ്റ്, ലോ ഫൈബർ. അടുത്തത് ഒബീസിറ്റി. അതുപോലെ ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് ഈ ഗാൾ സ്റ്റോൺ ഉണ്ടെങ്കിൽ അതിന് സാധ്യത, ഇദ്ദേഹത്തിനും ഗാൾ സ്റ്റോൺ വരാൻ സാധ്യത കൂടുതലാണ്. ഏജ് കൂടുന്തോറും ഗാൾ സ്റ്റോൺ വരാനുള്ള സാധ്യതകളും കൂടുന്നു. അടുത്തത് ഇത് ഫീമെയിൽസിന്, മെയിലിനേക്കാളും കൂടുതൽ ഫീമെയിൽസിനാണ് ഗാൾ സ്റ്റോൺ വരാൻ സാധ്യത. ഇനി സർട്ടൻ മെഡിക്കൽ കണ്ടീഷൻസ്, അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസ്, സിറോസിസ് ലിവർ, ഇതിലൊക്കെ
ഗാൾ സ്റ്റോൺ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ പ്രഗ്നൻസിയിൽ ഗാൾ സ്റ്റോൺ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ചില മരുന്നുകൾ, ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, അതുപോലെ റാപ്പിഡ് വെയിറ്റ് ലോസ്, ചിലപ്പോൾ ഒബീസായിട്ടുള്ളവർ പല രീതികളിലും ഈ റാപ്പിഡ് വെയിറ്റ് ലോസ് ഉണ്ടാക്കിയിരിക്കും. അത് ചിലപ്പോൾ ഗാൾ സ്റ്റോൺസ് വരാൻ സാധ്യത കൂട്ടും. അതുപോലെ പട്ടിണി, ഗാൾ സ്റ്റോൺസ് വരാൻ സാധ്യത കൂടുതലാണ്. അടുത്തത് മെറ്റബോളിക് കാസ്. ഇപ്പോൾ ബയലിൻ്റെ അകത്ത് ബയൽ ആസിഡിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും റേഷ്യോ ഉണ്ട്. 25:1 അതാണ് ബയൽ ആസിഡിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും ഒരു റേഷ്യോ. അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ ലെവലുണ്ട്. കൊളസ്ട്രോൾ പ്രിസിപ്പിറ്റേറ്റിൽ ചെയ്യുന്ന ഒരു ക്രിട്ടിക്കൽ ലെവൽ എന്ന് പറയുന്നത് 13:1 ആകുമ്പോൾ കൊളസ്ട്രോൾ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ ഇൻഫെക്ഷൻ, ചില ഓർഗാനിസംസ് ഈ ഗാൾ സ്റ്റോണിൻ്റെ അകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സ്ട്രെപ്റ്റോകോക്കൈ പോലുള്ള ചില ബാക്ടീരിയകൾ. അപ്പോൾ അതൊരു കാരണമാകാം. അതുപോലെ ചില ഗാൾ സ്റ്റോണുകൾ ഈ റൗണ്ട് വേമിൻ്റെ എഗ്ഗിൻ്റെ ചുറ്റിനും ഫോം ചെയ്തിട്ടുള്ളതായിട്ടും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ചില ഗാൾ സ്റ്റോണുകൾ ഈ ടൊമാറ്റോയുടെ തൊലി, സ്കിൻ, അതിന് ചുറ്റും ഫോം ചെയ്തതായിട്ടും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്ത ഒരു കാരണം പറയുന്നത് ഈ ഗാൾ ബ്ലാഡറിൻ്റെ ഫങ്ഷൻ അത്ര കറക്റ്റാകാതെ വരുമ്പോൾ അതിൻ്റെ എംറ്റിയിങ് കറക്റ്റാകത്തില്ല. ഇതൊരു കാരണമാണ്, സ്റ്റേസിസിന് ഒരു കാരണമാകുകയും ഗാൾ സ്റ്റോൺ ഫോം ചെയ്യാനും കാരണമാകും. ഇനി ഗാൾ സ്റ്റോൺസിൻ്റെ ഒരു സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 80% കേസിനും യാതൊരു സിംറ്റംസും കാണത്തില്ല. വേറെ എന്തെങ്കിലും കാരണത്തിന് നമ്മളൊരു USG അബ്ഡോമൻ എന്തെങ്കിലും എടുക്കുമ്പോൾ ഈ കല്ല്, ഗാൾ ബ്ലാഡറിൽ കല്ല് കാണപ്പെടുന്നു. അപ്പോൾ അതിനു മുമ്പ് ഇദ്ദേഹത്തിന് യാതൊരു സിംറ്റംസും ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. ഇനി ഇതിൻ്റെ ടിപ്പിക്കൽ സിംറ്റംസ് എന്ന് പറയുന്നത് അപ്പർ അബ്ഡോമൻ, ഇതിൻ്റെ റൈറ്റ് അപ്പർ അബ്ഡോമനിൽ പെയിൻ, അത് ചിലപ്പോൾ തോളത്തോട്ട് റേഡിയേറ്റ് ചെയ്യാം, ചിലപ്പോൾ പുറകിലോട്ട് റേഡിയേറ്റ് ചെയ്യാം. ചിലപ്പോൾ ഛർദ്ദിക്കാൻ തോന്നുക എന്ന് പറഞ്ഞാൽ നോസിയ എന്ന് പറയും. അത് കഴിഞ്ഞിട്ടുള്ളൊരു സിംറ്റം എന്ന് പറയുന്നത് ഫ്ലാറ്റുലൻ്റ് ഡിസ്പെപ്സിയ. പേഷ്യൻ്റ് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ, എസ്പെഷ്യലി ഫാറ്റി ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഡിസ്റ്റൻഷൻ, അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, പുളിച്ചു തേട്ടൽ, നെഞ്ചരിച്ചിൽ, ഇതൊക്കെയാണ് ഫ്ലാറ്റുലൻ്റ് ഡിസ്പെപ്സിയ. അതുപോലെ ഈ കല്ല് ബയൽ ഡക്റ്റിലോ അല്ലെങ്കിൽ കോമൺ ബയൽ ഡക്റ്റിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് കെട്ടിക്കിടക്കും. ഗാൾ ബ്ലാഡറിൽ ബയൽ കെട്ടിക്കിടന്നിട്ട് അതിൽ ഇൻഫെക്ഷൻ വരും. അങ്ങനെ പനി കിടുകിടുപ്പൊക്കെ ആയിട്ട് പേഷ്യൻ്റ് ആശുപത്രിയിൽ വരാം, പനിയും കിടുകിടുപ്പൊക്കെ ആയിട്ട്. പിന്നെ പരിശോധനയിലായിരിക്കും ഇദ്ദേഹത്തിന് ഗാൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ട്, അതിന് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാകുന്നത്. അതുപോലെ പരിശോധിക്കുമ്പോൾ ടെൻഡർനെസ്, ഈ ഒരു റൈറ്റ് അപ്പർ പാർട്ട് ഓഫ് ദി അബ്ഡോമനിൽ നല്ല ടെൻഡർനെസ് ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് വരാം. അതുപോലെ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, മഞ്ഞപ്പിത്തം. ചിലപ്പോൾ ഈ ഗാൾ ബ്ലാഡർ പെർഫറേറ്റ് ചെയ്തിട്ട് പെരിറ്റോണൈറ്റിസ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വോളിയം 1 പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഇനി ബാക്കി ഭാഗങ്ങൾ, അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, ഇൻവെസ്റ്റിഗേഷൻസ്, ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം അടുത്ത പാർട്ടിൽ പറയാം. വോളിയം 2 നമുക്ക് പറയാം. അപ്പോൾ ഈ വീഡിയോ ഒന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.